മനുഷ്യ ചരിത്രത്തിൽ മരിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം നൽകിയ ഒരേയൊരു മറുപടി ഹെൻറിറ്റ ലാക്സ് എന്നാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഇന്നും ലോകമെമ്പാടുമുള്ള ലാബുകളിൽ അവർ ജീവിക്കുന്നു. ഓരോ മിനിറ്റിലും അവരുടെ കോശങ്ങൾ വിഭജിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈ സ്ത്രീയുടെ കോശങ്ങളിലൂടെയാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. വൈദ്യശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ച ഹീല കോശങ്ങളുടെ ഉടമ. 1920 അമേരിക്കയിലെ വിർജീനിയയിൽ ജനിച്ച ഹെൻറിയറ്റ ഒരു സാധാരണ പുകയിലത്തോട്ടം തൊഴിലാളിയും 5 കുട്ടികളുടെ അമ്മയുമായിരുന്നു. 1951 തന്റെ 31-ാം വയസ്സിൽ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് അവർ ജോൺസ് ഹോപ്കിൻസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സയുടെ ഭാഗമായി അവരുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ കോശങ്ങളുടെ സാമ്പിൾ എടുത്തു. 1951 ഒക്ടോബറിൽ ഹെൻറിയറ്റ മരണത്തിന് കീഴടങ്ങിയെങ്കിലും അവരുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത കോശങ്ങൾ മരിക്കാൻ തയ്യാറായിരുന്നില്ല. സാധാരണയായി മനുഷ്യകോശങ്ങൾ ശരീരത്തിന് പുറത്തെ കൃത്രിമ സാഹചര്യങ്ങളിൽ കുറച്ചു തവണ വിഭജിച്ച ശേഷം നശിച്ചു പോവാറാണ് പതിവ്. എന്നാൽ ഹെൻറിയറ്റയുടെ കോശങ്ങൾ അത്ഭുതകരമായിരുന്നു. ആ ലാബിലെ ഡിഷുകളിൽ നിർത്താതെ അവ വിഭജിച്ചു കൊണ്ടേയിരുന്നു. ഓരോ 24 മണിക്കൂറിലും ആ കോശങ്ങൾ ഇരട്ടിയായി. ശാസ്ത്രലോകം വർഷങ്ങളായി തേടിക്കൊണ്ടിരുന്ന അനശ്വര കോശങ്ങൾ അങ്ങനെ അവർക്ക് ലഭിച്ചു. ഹെൻറിയറ്റ ലാക്സ് എന്ന പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് ശാസ്ത്രം അതിനെ ഹീല എന്ന് വിളിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ഈ കോശങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പോളിയോ വാക്സിൻ, ക്യാൻസർ പഠനങ്ങൾ, എയ്ഡ്സ്, പാർക്കിൻസൺസ് രോഗം, ജനിതക പഠനങ്ങൾ, എന്തിന് വാക്സിൻ നിർമ്മാണത്തിൽ വരെ ഹീല കോശങ്ങൾ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ ബഹിരാകാശത്തെ വികിരണങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കാൻ ആദ്യമായി അയച്ച കോശങ്ങളും ഇവയായിരുന്നു. എന്നാൽ ഈ മഹത്തായ നേട്ടത്തിന് പിന്നിൽ വലിയൊരു നീതികേടിന്റെ കഥയുമുണ്ട്. ഹെൻറിയറ്റയുടെ അനുവാദമില്ലാതെയാണ് ആ കോശങ്ങൾ ശേഖരിച്ചത്. പതിറ്റാണ്ടുകളോളം അവരുടെ കുടുംബം ഈ വിവരം അറിഞ്ഞിരുന്നില്ല. കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സായി ഈ കോശങ്ങൾ മാറിയിട്ടും ഹെൻറിയറ്റയുടെ കുടുംബം ദാരിദ്ര്യത്തിലായിരുന്നു. ഒടുവിൽ 2021 ഓഗസ്റ്റ് 1 ഹെൻറിയറ്റയുടെ 103-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ഒരു വിധിയുണ്ടായി. ഹീല കോശങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ലാഭമുണ്ടാക്കിയ തെർമോ ഫിഷർ സയന്റിഫിക് കമ്പനിക്കെതിരെ കുടുംബം നൽകിയ കേസിൽ അനുകൂലമായ ഒത്തുതീർപ്പുണ്ടായി. രോഗിയുടെയോ കുടുംബാംഗങ്ങളുടെയോ സമ്മതമില്ലാതെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന വലിയൊരു സന്ദേശം ഈ വിധി നൽകി. ഇന്ന് ലോകത്തുള്ള ഹീല കോശങ്ങളെല്ലാം ഒന്നിച്ചു വെച്ചാൽ അത് 50 മില്യൺ ടണ്ണിലധികം ഭാരമുണ്ടാകും. സംഭാവനയെക്കുറിച്ച് അറിയാതെ കടന്നുപോയ ഹെൻറിയറ്റ ലാക്സ് ഇന്നും ഓരോ മനുഷ്യന്റെയും ആരോഗ്യത്തിലും അവകാശ പോരാട്ടങ്ങളിലും ജീവിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.